ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. സുപ്രഭാതം. 1111 ദിവസമായി ഇന്ന് 2024 മെയ് മാസം 30 വ്യാഴാഴ്ച. 1199 ആണ്ട് ഇടവമാസം 16 ഗുരുവചനങ്ങളിലൂടെ വർഗമേതെന്ന് വിളിച്ചറിയിക്കുന്ന ശരീരം തന്നെ ഒരുവൻ്റെ ജാതി ഏതാണെന്നറിയിച്ചു തരുന്നത് കൊണ്ട് ചിന്താശക്തിയും കാഴ്ചശക്തിയുമുള്ളവർ ജാതി ഏതാണെന്നൊരിക്കലും ആരോടും ചോദിക്കുകയില്ല. ശ്രീനാരായണ ഗുരുദേവൻ. ജാതി നിർണയം. ശ്രീ മങ്ങാട് ബാലചന്ദ്രൻ തയ്യാറാക്കിയ ശ്രീനാരായണ ഗുരുവിൻ്റെ 366 മഹത്തായ ചിന്തകൾ എന്ന പുസ്തകത്തിൽ ഇനമേതെന്ന് ഉടൽ കൊണ്ടറിയണം എന്ന് വിവരിക്കുന്ന ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. വർഗമേതെന്ന് വിളിച്ചറിയിക്കുന്ന ശരീരം തന്നെ ഒരുവൻ്റെ ജാതി ഏതാണെന്നറിയിച്ചു തരുന്നത് കൊണ്ട് ചിന്താശക്തിയും കാഴ്ചശക്തിയുമുള്ളവർ ജാതി ഏതാണെന്നൊരിക്കലും ആരോടും ചോദിക്കുകയില്ല. ജാതി ലക്ഷണം. സ്കൂൾ വിട്ടുവരുന്ന കൊച്ചുകുട്ടികൾ വഴിയുടെ ഒരറ്റത്തേക്ക് ചേർന്ന് ഒതുങ്ങി നിൽക്കുന്നത് കണ്ടിട്ട് അതുവഴി വന്ന ഞാൻ കാര്യം അന്വേഷിച്ചു. അവരിൽ ഒരു കുട്ടി പറഞ്ഞു, അവിടെ 3-4 നായകൾ നിൽക്കുന്നു. ഞാൻ വഴിയുടെ മറ്റേ അറ്റത്തേക്ക് നോക്കി. ശരിയാണ്, ഒരു ചെറിയ നായക്കൂട്ടം അവിടെയുണ്ട്. ഞാൻ ഒരു കൂട്ടായി അവർക്കൊപ്പം ചെന്നു. ആ നായകൾ നിന്നിരുന്നിടത്തെത്തിയപ്പോൾ ഞാൻ ചോദിച്ചു, ഇത് നായകളാണെന്ന് നിങ്ങൾക്കെങ്ങനെ അറിയാം? അയ്യോ, ഈ അപ്പൂപ്പനൊന്നും അറിഞ്ഞുകൂടാ, നായകളെ കണ്ടാൽ അറിഞ്ഞുകൂടി. ഒരാൾ അങ്ങനെ പറഞ്ഞത് കേട്ടപ്പോൾ മറ്റുള്ളവർക്കൊപ്പം ഞാനും ചിരിച്ചു. പക്ഷേ അതിൽ വലിയ ഒരു ഉത്തരമുണ്ട്. കണ്ടാൽ അറിഞ്ഞുകൂടി. കണ്ടാൽ അറിയണം എന്ന ഒരു ധ്വനി ഈ ചോദ്യത്തിലുണ്ട്. ഒരു നായ അതിൻ്റെ ഉടൽ കൊണ്ട് തന്നെ നായയാണെന്ന് സ്വയം വെളിപ്പെടുത്തുകയാണ്. ഇങ്ങനെ പശുവും എരുമയും പൂച്ചയും ആനയും കുതിരയും മനുഷ്യനും തുടങ്ങി എല്ലാ ജീവജാലങ്ങളും ഉടൽ കൊണ്ട് അവയുടെ ഇനം ഏതാണെന്ന് പറയാതെ തന്നെ വെളിപ്പെടുത്തുന്നു. ഈ ഇനങ്ങളെയാണ് കണ്ടാൽ അറിയേണ്ടത്. ഇപ്രകാരം വിചാരബോധവും കാഴ്ചശക്തിയുമുള്ളവർ ഓരോരോ വർഗത്തെയും അതിൻ്റെ ഉടലുകൾ കൊണ്ട് തന്നെ തിരിച്ചറിയുന്നു. അതിനാൽ ഒന്നിൻ്റെയും ഇനമേതെന്ന് ഇത്തരക്കാർക്ക് ആരോടും ചോദിക്കേണ്ടതില്ല. എന്നാൽ കൺമുന്നിൽ കണ്ടിട്ടും കണ്ടതിൻ്റെ ഉടൽ താൻ ഇന്ന ഇനമാണെന്ന് സ്വയം വെളിപ്പെടുത്തിയിട്ടും അതിൻ്റെ ഇനമറിയാതെ ഇരിക്കുന്നവൻ കണ്ണുണ്ടായിട്ടും കാണാതിരിക്കുന്നവനാണ്. ഇത്തരക്കാർക്കാണ് മനുഷ്യനിലെ മനുഷ്യജാതിയെ അറിയാതെ സത്യത്തിൽ നിന്നും അകന്ന് ഭേദചിന്തകളിൽപ്പെട്ട് വലയാനിടയുണ്ടാകുന്നത്. ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ. ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി.